ഒമാനിലെ മസ്കറ്റിൽ നടന്ന 8ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ലോകകാര്യങ്ങളിൽ ഗണ്യമായ ചലനങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ യോഗം നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 9. We meet at a time when there is considerable churn in world affairs. At such a juncture, an open and constructive exchange of views is of particular benefit. I'm confident that all of us will find great value in the discussions that we will be holding over the next 2 days. Changes in the global order may be expressed through new ideas and concepts, but they're also reflected in the evolving landscape. And this matters not just to us as inhabitants of this community, but given our salience in so many dimensions to other regions and nations as well. ആഗോളക്രമത്തിലെ മാറ്റങ്ങൾ പുതിയ ആശയങ്ങളിലൂടെ പ്രകടിപ്പിക്കാമെങ്കിലും അവ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയിലും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും ആ നിയമത്തിന് അപവാദമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ നിവാസികൾക്ക് മാത്രമല്ല മറ്റ് പ്രദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇത് പ്രധാനമാണെന്ന് മന്ത്രി പറഞ്ഞു. സമുദ്ര പങ്കാളിത്തങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുകയും നിരവധി പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം എങ്ങനെയെന്ന് സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ സഹകരണ മനോഭാവത്തെയും ജയശങ്കർ എടുത്തു കാണിച്ചു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, CPEC പോലെയുള്ള പദ്ധതികളെക്കുറിച്ചുള്ള സന്ദേശത്തിൽ കണക്ടിവിറ്റി പദ്ധതികൾ കൂടിയാലോചനാത്മകവും സുതാര്യവുമായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാം മുതൽ മൌറീഷ്യസ് വരെയുള്ള മറ്റ് നാവികസേനകളെയും തീരദേശ സംരക്ഷണ സേനയെയും ഇന്ത്യ പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ആഗോള ദക്ഷിണേന്ത്യയുടെ വിശ്വാസവും വൻ ശക്തികളുമായി ഇടപഴകാനുള്ള കഴിവും ഇന്ത്യയ്ക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു.